ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് വിഷു ആണ്. അപ്പൊ എല്ലാവർക്കും ഞാൻ വിഷു ആശംസകൾ അറിയിക്കുകയാണ്. ഹാപ്പി വിഷു എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ഹാപ്പി അല്ല ആക്ച്വലി. ബിക്കോസ് കൊറോണ വൈറസ് കാരണം എല്ലാവരും നമുക്കറിയാം, കുറെ പേര് ഇത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ വെരി ബാഡ് സിറ്റുവേഷനിലൂടെ കുറെ പേര് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഹാപ്പി വിഷു എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും വിഷു ഒക്കെ ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഐറ്റം എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള ഒരു ഐഡിയ മനസ്സിലോട്ട് വന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ചെറിയ പ്രിപ്പറേഷൻ ആണ്, കുക്കിംഗ് ആണ്. അപ്പൊ എന്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വിഷു ആയിട്ട് സ്പെഷ്യൽ ഐറ്റം എന്താണെന്ന് നമുക്ക് കാണാം. എങ്ങനെയാണ് നമ്മൾ മേക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു കളയാം. അപ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ നമ്മൾ മേക്കിങ്ങിലോട്ട് പോകാം. അപ്പൊ ഫ്രണ്ട്സ്, എല്ലാവർക്കും KFC ചിക്കൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. KFCയിൽ നമുക്ക് കിട്ടുന്ന ബ്രോസ്റ്റഡ് ടൈപ്പ് ചിക്കൻ. അപ്പൊ ഇന്ന് നമ്മൾ അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ നമ്മൾ ഓൾറെഡി കഴുകി വാഷ് ചെയ്ത് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള പ്രോസസ്സിലോട്ട് പോവാം. ഇനി നമുക്ക് ഇതിലോട്ട് ഓൾറെഡി എൻ്റെ ഉള്ളത് ചിക്കൻ ബ്രോസ്റ്റ് ചിക്കൻ്റെ മിക്സ് ഉണ്ട്. ഇനി നമുക്ക് ഇത് നൈസായിട്ട് ഇതിൽ മിക്സ് ചെയ്യണം. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം, കാരണം നമുക്ക് ഇത് നന്നായിട്ട് ഇത് പറ്റി തന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ആ ബ്രോസ്റ്റ് ചിക്കൻ്റെ ആ ഒരു മേക്കിംഗ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ബ്രോസ്റ്റഡ് മിക്സിൻ്റെ പൗഡർ ആഡ് ചെയ്ത് വേണം. നമുക്ക് കുറച്ച് ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് നൈസായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ പീസിലും കറക്റ്റായിട്ട് നന്നായിട്ട് ഇത് പറ്റി പിടിക്കണം, എന്നാലേ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതെന്തായാലും എല്ലാവരും സൂക്ഷിക്കുക. എല്ലാ പീസിൻ്റെ എല്ലാ സൈഡിലും നൈസായിട്ട് ഈ പൗഡർ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പ് വരുത്തണം. ആക്ച്വലി വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഒരു റോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സംഭവം നമ്മുടെ ഈ ബ്രോസ്റ്റഡ് മിക്സ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ചിക്കൻ ഓൾറെഡി നന്നായി പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കുറച്ച് ഇതിലോട്ട് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പിന്നെ മുളക് പൊടി വേണ്ടവർക്ക് ഇതിലേക്ക് മുളക് പൊടി മിക്സ് ചെയ്യാം. അപ്പോൾ അത് വേണ്ടവർക്ക് മാത്രമാണ് മുളക് പൊടി. പിന്നെ നമുക്ക് മലയാളികൾക്ക് ഒരു ഹരമായതുകൊണ്ട് അത് ആഡ് ചെയ്യുക. ഞാൻ എന്തായാലും കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ നമുക്ക് ഇതിനൊന്ന് നന്നായിട്ട് മാറ്റി വെക്കണം. അപ്പോഴേക്കാണ് ഇതൊന്ന് നന്നായിട്ട് സെറ്റായിട്ട് നമുക്ക് മസാലയൊക്കെ പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആഡ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് മുളക് പൊടി ആവശ്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി. നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കണം. നമ്മൾ മുളക് പൊടി ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഓൾറെഡി ചിക്കൻ അത്യാവശ്യം നല്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ റോസ്റ്റഡ് മിക്സിൻ്റെ പൗഡറൊക്കെ വെച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലോട്ട് കുറച്ച് റോസ്റ്റഡ് മിക്സിൻ്റെ പൗഡറും പിന്നെ കുറച്ച് വാട്ടറും മിക്സ് ചെയ്ത് നമ്മൾ പേസ്റ്റ് റെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ പേസ്റ്റിൽ നമ്മൾ ഈ ചിക്കൻ നൈസായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേ നമുക്ക് ബ്രോസ്റ്റഡ് ഉണ്ടാക്കുമ്പോൾ നമ്മളിപ്പോൾ ഓട്സ് കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ KFCൻ്റെ ഔട്ടർ ലെയർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഓട്സിൽ പിടിച്ച് നിൽക്കണമെങ്കിൽ അത്യാവശ്യം നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം. അപ്പോൾ നമ്മൾ ആ പേസ്റ്റിലോട്ട് ഇതിനെ ചിക്കനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നന്നായിട്ട് ആ പേസ്റ്റിൽ പരട്ടി ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ബ്രോസ്റ്റഡ് മിക്സിൻ്റെ പൗഡറും പിന്നെ കുറച്ച് വാട്ടർ ഉപയോഗിച്ച് പേസ്റ്റ് ആക്കിയിട്ടാണ് നമ്മളിതിൽ തേച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഈ ചിക്കൻ കുറച്ച് നേരം ഒരു ഹാഫ് ആൻ അവർ നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ തന്നെ കറക്റ്റായിട്ട് ഈ മസാല മുഴുവൻ ഇതിൽ പിടിച്ച് റെഡി ആവുള്ളൂ. എന്നിട്ട് നമ്മൾ പിന്നെ ഉപയോഗിക്കുന്നത് ഓട്സ് ആണ്. ഓട്സ് നമ്മളിവിടെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഓട്സിൽ നമ്മൾ ഓരോ പീസും ഡിപ്പ് ചെയ്ത് അതിനെ കംപ്ലീറ്റ് എല്ലാ സൈഡ്സും ഫില്ല് ചെയ്തിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്യാൻ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ ഒരു ഹാഫ് ആൻ അവർ മാറ്റി വെക്കാം.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചിക്കൻ നമ്മൾ നൈസായിട്ട് ഓട്സ് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 4 പീസ് ഞാൻ ഓൾറെഡി ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഓയിൽ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലിട്ട് നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളത് ഓയിലിലോട്ട് ഇടുകയാണ് ചിക്കൻ. നമുക്ക് ഓരോന്നായിട്ട് അങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതവിടെ ഡീപ്പ് ഫ്രൈ ആയി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കുമ്പോൾ സൂക്ഷിക്കുക, നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്, ഷാലോ ഫ്രൈ അല്ല. പിന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യരുത്. അപ്പോൾ നമുക്ക് വേണ്ട രീതിയിലായി കിട്ടില്ല. അപ്പോൾ എപ്പോഴും എല്ലാവരും നോക്കുക, ഇത് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുമ്പോൾ മാക്സിമം മീഡിയം ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടെ ഓയിലിൽ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഓൾമോസ്റ്റ് നമുക്ക് വിചാരിച്ച രീതിയിൽ തന്നെ സാധനം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ KFC സ്റ്റൈൽ ബ്രോസ്റ്റഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതേ കണ്ടോ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം, വിഷു സ്പെഷ്യൽ ഐറ്റം എന്ന് വേണം പറയാൻ. ഇത് നമ്മുടെ KFC സ്റ്റൈൽ ബ്രോസ്റ്റഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ലെയേഴ്സൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഉണ്ടാവും ഉള്ളിൽ അത്യാവശ്യം ജ്യൂസി ആയിട്ട് നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തായാലും നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവരും വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ വ്ളോഗ്സ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രിപ്ഷൻ ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അത് എനേബിൾ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ പുതിയ വ്ളോഗ്സ് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. സോ എൻ്റെ അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്.